അങ്ങേരെ ഒരു പാവമായിരുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്നെ കണ്ടാൽ എന്തോ ഒരു ജീവനായിരുന്നെന്ന് അറിയാമോ? നീപ്പ പറഞ്ഞിട്ട് എന്താ കാര്യം? ഷോ ആ പെണ്ണും പുള്ള എന്റെ അമ്മോ എന്തൊരു ജഗജില്ലായിരുന്നു. ആ ഈ സീരിയലിലെ അമ്മാവന്മാക്കാരും കഷ്ടമായിരുന്നു. ഓ തങ്കത്തിനായിട്ട് പെടാപ്പാട് പെടുത്തിയില്ല. അല്ല എന്തിനാ പറയുന്നത്, നല്ലവരെ ദൈവം പെട്ടെന്ന് എടുക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ പൊന്നെ എന്റെ തങ്കത്തിനൊരു ആശ്വാസമായിരുന്നു. പറഞ്ഞിട്ട് കഥയില്ലല്ലോ. അമ്മ എന്തിനാ അവിടെ ഇരുന്നോണ്ട് എന്റെ അച്ഛനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്റെ അച്ഛനെ കുറിച്ച് എന്തോന്ന് പറഞ്ഞെന്നാ നീ പറയുന്നത്? പിന്നെ എന്റെ അച്ഛനെ പറ്റി അച്ഛൻ എന്നെ വലിച്ചു വലിച്ച് കിടക്കുവാന്നൊക്കെ. നിന്റെ അച്ഛൻ വലിച്ചു കിടന്നിട്ടല്ലേ പറഞ്ഞു? എത്ര പ്രാവശ്യം ചത്തേന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അമ്മ എന്തിനാ ജീവിച്ചിരിക്കുന്നവരെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെ തന്നെ ഞങ്ങള് നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചിട്ട് അച്ഛൻ അങ്ങനെ എല്ലാരും അങ്ങനെയാ. നേർച്ച നിലവിളക്ക് വെച്ചിട്ടൊക്കെ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. ചിലർ പ്രാർത്ഥിക്കും ദൈവമേ എന്റെ അച്ഛന്റെ ഉയരം എടുക്കണേ ഇഷ്ടം കഷ്ടപ്പെടുത്താതെ അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കുറെ നാളോട്ട് വലിപ്പ് തന്നെ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളത്. നീ വലിയ ഡയലോഗ് അടിക്കണ്ട. നീ തങ്കത്തിനടുത്ത് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? അവള് ചായ കൊടുക്കാത്തവനാണ് ആ മനുഷ്യ ഇത്ര നാൾ ജീവിച്ചത്. ഏട്ടാ ഞാൻ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. നീ എന്തർത്ഥത്തിൽ അവരങ്ങനെ വിചാരിച്ചത്? ഞാനെന്ത് ചെയ്യാനാ? നീ ഇപ്പൊ ഞാൻ പറഞ്ഞതിന് അങ്ങനെ അർത്ഥം കൽപ്പിച്ചാ ഞാൻ എന്താ ചെയ്യാനാ? നിനക്കെല്ലാം അർത്ഥവും കൽപ്പിക്കാം. ഒരു മരണ വീടല്ലേ? അതുകൊണ്ട് ഞാനാണോ ഇപ്പൊ കുറ്റം ചെയ്തത്? എന്ത് കഷ്ടമെന്ന് പറ. ഞാനാ കുറ്റം ചെയ്ത്. അമ്മ പോ. ഞാനാ കുറ്റം ചെയ്ത്. അമ്മ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു വന്നിരിക്കുന്നു എന്റെ നേരെ. എന്താ നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മുഖത്തോക്കടി നീ. നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു പ്രായത്തിന് മുതിർന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി പറഞ്ഞാലേ ജയിക്കും എന്നുള്ള ചിന്ത വേണ്ട. അമ്മ എന്തെങ്കിലും പറഞ്ഞോണ്ട് നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? നാളെ നീ ഇത് കണക്കാവും. അപ്പഴാ ഡ്രസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്ന വണ്ടി വിളിച്ച് അറേഞ്ച് ചെയ്ത്